നമസ്കാരം. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ അട്ടിമറിച്ച വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ അമേരിക്കയുടെ കൈകളുണ്ടെന്ന് പല കോണുകളിൽ നിന്നും വിലയിരുത്തലുകൾ ശക്തമായി വരികയാണ്. സൗത്ത് ഇന്ത്യ, നോർത്ത് ഇന്ത്യ എന്ന വിഭജനം നടപ്പിലാക്കുവാൻ അമേരിക്ക ശ്രമിക്കുന്നതായും അതിന്റെ ഭാഗമായി അസദുദ്ദീൻ ഒവൈസിയെ പോലുള്ള വിഘടനവാദികളെയടക്കം അമേരിക്കൻ സ്ഥാനപതികൾ കണ്ടുവെന്നുമുള്ള വാർത്തകൾ വരുന്നതിനിടെ അമേരിക്ക സന്ദർശിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. സെപ്റ്റംബർ 8 മുതൽ 10 വരെ രാഹുൽ ഗാന്ധി US-ൽ സന്ദർശനം നടത്തുമെന്നും ഡാളസിലെയും വാഷിംഗ്ടൺ DC-യിലെയും ഇന്ത്യൻ പ്രവാസികൾ, അക്കാഡമിക് കമ്മ്യൂണിറ്റികൾ, വ്യവസായ പ്രമുഖർ എന്നിവരുമായി അദ്ദേഹം ആശയവിനിമയം നടത്തുമെന്നും ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് ചെയർമാൻ സത്യനാരായണ ഗംഗാറാം പിത്രോഡ പറഞ്ഞു. രാഹുൽ ഗാന്ധി അമേരിക്ക സന്ദർശിക്കാൻ പോകുന്ന എന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഇപ്പോൾ മറ്റൊരു വാർത്ത ശ്രദ്ധ നേടുകയാണ്. അത് മറ്റൊന്നുമല്ല, കോൺഗ്രസ് നേതാവായ മണിശങ്കർ അയ്യർ 2023 രാഹുൽ പങ്കെടുത്ത പരിപാടിയിൽ US-ൽ വെച്ച് ഒരു പ്രവചനം നടത്തിയിരുന്നു. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധിയുടെ US-ലെ അവസാന സന്ദർശനമായിരിക്കും ഇത്. അടുത്ത തവണ US-ൽ രാഹുൽ ഗാന്ധി എത്തുക പ്രധാനമന്ത്രിയായിട്ടായിരിക്കുമെന്നായിരുന്നു മണിശങ്കർ അയ്യരുടെ പ്രവചനം. പക്ഷെ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി എന്ന അധികാരം പിടിച്ചുപറ്റാൻ രാഹുൽ ഗാന്ധി പല അടവും പയറ്റി നോക്കിയെങ്കിലും ഏറ്റില്ല. അങ്ങനെ മണിശങ്കർ അയ്യരുടെ ആ പ്രവചനം തെറ്റി. ഇക്കുറിയും രാഹുൽ ഗാന്ധി US-ൽ പോകുന്നത് പ്രതിപക്ഷ നേതാവായി തന്നെയാണ്. മോദിയെ വീഴ്ത്താനായി NGO-കൾ എല്ലാ പദ്ധതികളും 2024 പൊതു തെരഞ്ഞെടുപ്പിന് ആസൂത്രണം ചെയ്തിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അവരുടെ എല്ലാ പദ്ധതികളും പാളി. പ്രതിപക്ഷ ഭൂരിപക്ഷം കിട്ടാതിരുന്നതിന് കാരണം NGO-കളും ജിഹാദികളും പ്രതിപക്ഷ പാർട്ടികളും ഒറ്റക്കെട്ടായി മോദി സർക്കാരിനെതിരെ നടത്തിയ വർഗീയ പ്രചരണമായിരുന്നു. കേവല ഭൂരിപക്ഷം കിട്ടുമെന്ന് കോൺഗ്രസ് കരുതിയിരുന്നു. പക്ഷെ മോദിയുടെ ജനകീയ പിന്തുണയ്ക്ക് മുന്നിൽ കോൺഗ്രസിന്റെ പല മോഹങ്ങളും തകർന്നടിയുകയാണ് ചെയ്തത്. ഇപ്പോഴത്തെ മണിശങ്കർ അയ്യരുടെ ഈ ഒരു പ്രവചനം സോഷ്യൽ മീഡിയ കുത്തിപ്പൊക്കിയിരിക്കുകയാണ്. നിരവധി ട്രോളുകളാണ് ഈ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം മറ്റൊരു വശത്ത് ഇന്ത്യയുടെ ഇതുവരെയുള്ള ചരിത്രത്തിൽ തന്നെ ഒരു പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിൽ വിദേശ സന്ദർശനങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. അതിനാൽ തന്നെ ഇന്ത്യയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനുള്ള വിദേശ ശക്തികളുടെ നീക്കത്തിന്റെ ഭാഗമാണോ രാഹുൽ ഗാന്ധിയുടെ ഈ സന്ദർശനം എന്നാണ് സംശയിക്കപ്പെടുന്നത്. റഷ്യക്കെതിരെ ആക്രമണം നടത്തുന്ന സെലൻസ്കിയെ പോലെ വിദേശ രാജ്യങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു പാവ സർക്കാരിനെ ഇന്ത്യയിൽ അവരോധിക്കുവാനാണോ അമേരിക്കയുടെ ശ്രമം എന്നാണ് ഇനി അറിയാനുള്ളത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജ്വല്ലറിയുടെ ഓണം ഓഫർ. ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം, ഒപ്പം ഓണക്കിറ്റുകളും. 10 പവന് മുകളിലുള്ള വിവാഹ പർച്ചേസുകൾക്ക് പവന് 5000 രൂപയുടെ കിഴിവും, അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് 3000 രൂപയുടെ കിഴിവും, ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം. പഴയ 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള 916 HUID സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം. ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി, മെയിൻ റോഡ്, ബാലരാമപുരം.